IFGT, Institute of Fashion and Garment Technology, affiliated by Government of Kerala Technical Education. നിങ്ങളൊരു കാര്യം അറിഞ്ഞോ? നമ്മുടെ രാജ്യം നേരിട്ടിരുന്ന സാമ്പത്തിക പ്രതിസന്ധിയും മാന്ദ്യവും ഒക്കെ പമ്പ കടന്നു പോയിരിക്കുകയാണ്. രാജ്യത്ത് ഇപ്പോൾ ഒരു പ്രശ്നവുമില്ല. കർണാടകയിൽ അടച്ചുപൂട്ടിയ ഫാക്ടറികളുണ്ടല്ലോ, അതൊക്കെ ഇപ്പോൾ തുറന്ന് പ്രവർത്തിച്ച് വൻ ബിസിനസ്സാണ്. അവരൊക്കെ വലിയ മുതലാളിമാരായി മാറിയിരിക്കുകയാണ്. കാണേണ്ട കാഴ്ചയല്ലേ? കഴിഞ്ഞ ദിവസം വരെ മാരുതി എന്താണ് പറഞ്ഞത്? വൻ തകർച്ചയിലാണ് എന്നല്ലേ? മാരുതിയുടെ കുതിച്ചുചാട്ടം കണ്ട് മറ്റുള്ള കാർ കമ്പനികളൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അമ്മാതിരി വിപണിയിൽ മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുകയാണ്. ഹോണ്ട ഇരുചക്ര വാഹന വിപണിയിൽ കുതിച്ചു ചാട്ടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കി പോകും. അമ്മാതിരി മുന്നേറ്റം. നിങ്ങൾക്കൊരു തുണിമില്ലിനെ ഓർമ്മയുണ്ടോ? ഇന്ത്യൻ എക്സ്പ്രസിൽ പരസ്യം കൊടുത്ത കേന്ദ്രമേ ഞങ്ങളെ രക്ഷിക്കൂ എന്ന് പറഞ്ഞ് ആ കേന്ദ്രം കൃത്യമായ ഇടപെടൽ നടത്തി ആ തുണിമില്ലിനെ രക്ഷിച്ച് അവരെ സേഫ് സോണിലാക്കി. അവിടെയാണെങ്കിൽ വൻ കച്ചവടം, വിപണിയിൽ തന്നെ അവർ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മുടെ നിർമ്മല സീതാരാമൻ്റെ പത്രസമ്മേളനത്തെക്കുറിച്ചാണ്. നിർമ്മല സീതാരാമൻ വന്ന് പറഞ്ഞു, സാമ്പത്തിക മാന്ദ്യം ഉണ്ട്, അത് ഇപ്പോൾ നിലവിൽ ഞങ്ങൾ പറഞ്ഞു തീർത്ത് അതിനെയൊക്കെ തരിപ്പണമാക്കി മാറ്റി. ഇപ്പോൾ ഏകദേശം ഞങ്ങൾ അവിടെയൊക്കെ കുറച്ച് കുറവ്, ഇവിടെയൊക്കെ കുറച്ച് കുറവുണ്ടാക്കിയിട്ടുണ്ട്, അതിനെ വെട്ടി മാറ്റിയിട്ടുണ്ട്, അതിനെ കട്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം കൊണ്ട് ഓക്കെയാണ്, നിലവിലെല്ലാം ശരിയാണ്, ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ഇനി രാജ്യത്ത് ഒരു സാമ്പത്തിക മാന്ദ്യവും ഇല്ല, പ്രതിസന്ധിയും ഇല്ല, എല്ലാം ശരിയാക്കിയിരിക്കുന്നു, ഓക്കെ, എന്നാൽ ഗുഡ് ബൈ. ഇതാണ് നിർമ്മല സീതാരാമൻ്റെ പത്രസമ്മേളനത്തെ വിശേഷിപ്പിക്കാൻ പറ്റിയിട്ടുള്ളത്. സെയിൽസ് ഗേളിൽ നിന്ന് തുടങ്ങിയ പടയോട്ടം എന്നാണ് നിർമ്മല സീതാരാമനെ കുറിച്ച് പലരും വിശേഷിപ്പിക്കാറുള്ളത്. ആ പടയോട്ടം ഇപ്പോഴും സെയിൽസ് ഗേളിൽ തന്നെയാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ധനകാര്യം കൈകാര്യം ചെയ്യാനുള്ള ഒരു വിദഗ്ധ അത് ഇതുവരെ ആയിട്ടും നിർമ്മലയിലേക്ക് കടന്നു വന്നിട്ടില്ല എന്നുള്ളത് ആ നേർസാക്ഷ്യം അവരുടെ സാമ്പത്തിക മാന്ദ്യവും സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് അവർ പറയുന്ന കാര്യങ്ങളിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാവുന്നുണ്ട്. ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ഉപദേശങ്ങളോട് അവരോടുള്ള പ്രതികരണങ്ങളൊക്കെ വ്യക്തമായി നമുക്ക് ചൂണ്ടിക്കാണിക്കുന്നത് ധനകാര്യത്തിൻ്റെ കെടുകാര്യസ്ഥതയാണ്. സംശയം വേണ്ട, ഉറപ്പിച്ചോ, 100% ഈ പോക്കാണെങ്കിൽ വല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ കടന്നു പോകും. നിങ്ങളൊന്ന് നോക്കുക, മൻമോഹൻ സിംഗ് 2016 തുറന്നു പറഞ്ഞ കാര്യമാണ് രാജ്യം പ്രതിസന്ധിയിലേക്ക് കടന്നു പോകും എന്ന്. സാമ്പത്തിക വിദഗ്ധർ പറഞ്ഞു, ഈ പോക്കാണെങ്കിൽ അപകടമാണ്, സൂക്ഷിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. കേട്ടില്ല. GDP തകർന്ന് 5% കൂപ്പുകുത്തിയപ്പോൾ ഉടൻ തന്നെ കോർപ്പറേറ്റ് മേധാവികളും മറ്റുള്ള കാർ കമ്പനികളും അതുപോലെയുള്ളവരൊക്കെ എണീറ്റ് നിന്ന് പറഞ്ഞു, വലിയ പ്രതിസന്ധിയാണ്, ഞങ്ങൾക്ക് തരണം ചെയ്യാൻ പറ്റുന്നില്ല, ഞങ്ങൾ വലിയ രീതിയിൽ ഇതിനെ നോക്കിക്കാണുകയാണ് എന്ന്. അവസാന ഘട്ടത്തിൽ ഇവരെ പേടിച്ചത് കൊണ്ടാണ് ആദ്യം പറയാത്തത്, അവസാനം പറഞ്ഞു. അപ്പോൾ കേന്ദ്രം ഒന്ന് എണീറ്റ് നിന്ന് വന്ന് പറഞ്ഞു, ചെറിയ പ്രശ്നങ്ങളുണ്ട്, നമുക്കതൊന്ന് പരിഹരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് അന്താരാഷ്ട്ര നാണ്യനിധി പറയുന്നത്, ഇന്ത്യയുടെ പ്രതിസന്ധി അത്ര പെട്ടെന്നൊന്നും ഒതുങ്ങുകയില്ല, അതൊരു വലിയ പ്രതിസന്ധി തന്നെയാണ്, പെട്ടെന്ന് തരണം ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല എന്ന് അന്താരാഷ്ട്ര മോണിറ്ററി ഫണ്ട് വ്യക്തമാക്കിയതോട് കൂടി BJPയുടെ നേതാക്കളൊക്കെ പെട്ടെന്നങ്ങ് ഞെട്ടിത്തെറിച്ച് എണീറ്റ് നിന്ന് പറഞ്ഞു, ഇത് എങ്ങനെയെങ്കിലും ഒന്ന് തീർത്തേ പറ്റൂ, ഇത് വലിയ പ്രതിസന്ധിയാണ്, ഇത് എന്ത് എന്നൊന്നും ഞങ്ങൾക്കറിയില്ല, കാരണം ഞങ്ങളുടെ പക്കലിൽ ഉണ്ടല്ലോ, ഇല്ലാത്തവർക്കല്ലേ ഇതറിയൂ, പ്രതിസന്ധി നേരിടുന്നവർക്കല്ലേ അറിയൂ, അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് തീർത്തു തരിക എന്ന് പറയുമ്പോൾ ധനകാര്യമന്ത്രിയും മന്ത്രാലയവും ഒക്കെ വലിയ ഇടപെടൽ നടത്തി. ആ ഇടപെടലിന് ശേഷമാണ് ഇപ്പോൾ വന്നിട്ടുള്ള ഈ പത്രസമ്മേളനം. അതായത് എല്ലാം ഞങ്ങൾ ഒപ്പിച്ചിരിക്കുന്നു, അവിടെ വേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട്, ഇവിടെ എല്ലാം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇനി അങ്ങോട്ട് നമുക്കൊരു പുതിയ ഇന്ത്യ ആയിരിക്കുമെന്നാണ് ആര് പറഞ്ഞത്? നിർമ്മല സീതാരാമൻ പറഞ്ഞതാണ്. അന്താരാഷ്ട്ര നാണ്യനിധിയുടെ വക്താവ് ഗെറി റൈസ് ഇന്ത്യയുടെ സാമ്പത്തിക തകർച്ചയെക്കുറിച്ച് പറഞ്ഞ വാക്കുകളുണ്ട്, വളരെ ശ്രദ്ധാപൂർവം കേൾക്കേണ്ട കാര്യങ്ങളാണ്. അദ്ദേഹം പറഞ്ഞത്, ആഴത്തിലുള്ള പഠനവും കൃത്യമായ നിരീക്ഷണത്തോടു കൂടി മാത്രം ഇതിനെ കൈകാര്യം ചെയ്താൽ ഒരു പക്ഷേ ഇന്ത്യയുടെ പ്രതിസന്ധിയെ മറികടക്കാൻ സാധിക്കും എന്ന്. ഒരു പക്ഷേ. അതെങ്ങനെ? ആഴത്തിലുള്ള പഠനവും വ്യക്തമായ നിരീക്ഷണത്തിലൂടെയും മാത്രമേ. അതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാവുകയാണ് എന്താണ് അവസ്ഥ. ഇത് പൊതുജനങ്ങളിലേക്ക് എത്തപ്പെട്ടിട്ടില്ല.
പൊതുജനങ്ങളിലേക്ക് ഇതുവരെ ഇതിൻ്റെ ആഴത്തിലുള്ള തിരിച്ചടി എത്തിയിട്ടില്ല. പല രീതികളിലൂടെ കടന്നു വരുന്നുണ്ടെങ്കിലും അത് എന്ത് എന്ന് മനസ്സിലാക്കാനുള്ള പരിപൂർണതയിലെത്തിയ ഒരു ചിന്താഗതി അവരിലേക്ക് കടന്നു വന്നിട്ടില്ല. അതിൻ്റെ കാരണം കേരളീയരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യമാണത്. പക്ഷേ ഉത്തരേന്ത്യയുടെ അവസ്ഥ അതല്ല. അവർ വിദ്യാസമ്പന്നരല്ല, ഒരുപാട് പ്രശ്നങ്ങൾ അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവർ മനസ്സിലാക്കുന്ന രീതികളിൽ ഒരുപാട് വ്യത്യാസങ്ങൾ സംഭവിക്കുന്നുണ്ട്. അത് അവരിലേക്ക് കടന്നു പോകേണ്ട സാഹചര്യം അടുത്തു തന്നെ ഉണ്ടാകും. അത് പട്ടിണിയാണ്, കടുത്ത ദാരിദ്ര്യമാണ്. ആ ദാരിദ്ര്യം എത്തിക്കഴിഞ്ഞാൽ BJPക്കും അവർ മനസ്സിലാക്കി കൊടുക്കും എന്താണ് പൊതുജനം എന്ന്. ഇപ്പോൾ അവർക്ക് കാര്യം അറിയുന്നില്ല. ഇപ്പോൾ അറിയുന്നത് അത്യാവശ്യം വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾക്കും സാമ്പത്തിക വിദഗ്ധർക്ക് 2016 മനസ്സിലായതാണ്. ചിന്തിച്ചുകൊള്ളുക, നോട്ട് നിരോധനം തുടങ്ങിയ സമയത്താണ് സാമ്പത്തിക വിദഗ്ധർ ഈ കാര്യത്തെക്കുറിച്ച് പറയുന്നത്. അന്നും നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു ധാരണയൊന്നുമില്ല, അവരെന്താണ് പറയുന്നതെന്ന് നമ്മൾ വരെ ചോദിച്ചിരുന്നു. എന്നാൽ നമുക്ക് ഈ കാര്യങ്ങളുടെ ഒരു പോക്ക് മനസ്സിലാകുന്നത് 2-3 വർഷം കഴിയുമ്പോഴാണ്. അപ്പോൾ ആ ഒരു താഴ്ച അവരിൽ നിന്നും നമ്മളിലേക്ക് കടന്നു വരുന്ന ഒരു പോക്ക്, നമ്മൾ ഈ കാര്യം പഠിക്കുന്നത് അത്യാവശ്യം സാമൂഹികപരമായിട്ടുള്ള ഇടപെടൽ നടത്തുന്നു, നമുക്കൊക്കെ അത്യാവശ്യം വിദ്യാഭ്യാസമുണ്ട്, ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഇത് തിരിച്ചറിയുന്നത്. എന്നാൽ നമ്മളിലും താഴോട്ട് പോകുമ്പോൾ അത് എത്രത്തോളം കഷ്ടതയിലെത്തിയായിരിക്കും അവർക്ക് മനസ്സിലാവുക എന്ന് ചിന്തിച്ചാൽ നല്ലത്. അതാണ് പറഞ്ഞത്, ഈ പ്രതിസന്ധി വെറും വാക്കുകളിലോ 2-3 വെട്ടിക്കുറച്ചത് കൊണ്ടോ ഇല്ലാതാവുന്നതല്ല. തകർന്ന് കിടക്കുന്ന കോർപ്പറേറ്റ് മേഖലകളെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ വേണ്ടത് കൃത്യമായ ഇടപെടലുകളാണ്, സാമ്പത്തിക വിദഗ്ധന്മാരുടെ കൃത്യമായ ഉപദേശമാണ്. ആ ഉപദേശം ഡോക്ടർ മൻമോഹൻ സിംഗിനെ പോലെയുള്ളവരുടെ കൈകളിൽ നിന്ന് തേടിക്കഴിഞ്ഞാൽ വിദഗ്ധമായിട്ടുള്ള ഇടപെടലിലൂടെ ഒരുപാട് വ്യത്യാസങ്ങൾ സൃഷ്ടിച്ചെടുക്കാൻ NDA സർക്കാരിന് സാധിക്കും. രാഷ്ട്രീയം മാറ്റിവെച്ച് പറയുകയാണ്, ഈ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ NDAക്ക് സാധിക്കട്ടെ എന്ന്. കാരണം ഇത് പൊതുജനങ്ങളുടെ വിഷയമാണ്, പൊതുജനങ്ങളിലേക്ക് എത്തിപ്പെടാൻ പോകുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ്. ആ പ്രതിസന്ധിയെ ഇപ്പോൾ തരണം ചെയ്യേണ്ടത് വാർത്താ മാധ്യമങ്ങളിൽ വന്നിരുന്ന് വീമ്പുളക്കിയല്ല, പ്രതിസന്ധി പരിഹരിച്ചു എന്ന് പച്ചക്കള്ളം പറഞ്ഞല്ല, ആഴത്തിലുള്ള പഠനം, ഗെറി റൈസ് പറഞ്ഞതുപോലെ കൃത്യമായ നിരീക്ഷണം. അത് ഇല്ലാത്തിടത്തോളം ഒരു തരത്തിലുള്ള മാറ്റങ്ങളും സംഭവിക്കാൻ പോകുന്നില്ല. നിർമ്മല സീതാരാമനും നരേന്ദ്രമോദിയും ഒക്കെ ഈ കാര്യത്തെക്കുറിച്ച് ചിലപ്പോൾ വിദഗ്ധമായി പഠിച്ചു കാണും, പക്ഷെ അവർക്ക് ഈ കാര്യം പൊതുജനങ്ങളോട് തുറന്നു പറയാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ പച്ചക്കള്ളം പറയുന്നതാകാം ചിലപ്പോൾ. പക്ഷേ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതല്ല വിഷയം. രാജ്യം തകർന്നു പോവുക എന്ന് പറയുന്നത്, ദാരിദ്ര്യത്തിൻ്റെ ഒരു മുനമ്പിലേക്ക് പോവുക എന്ന് പറയുന്നത് രാജ്യം തന്നെ ഇല്ലാതാവുന്നതിന് കാരണമാണ്, രാജ്യം തന്നെ ഇല്ലാതാവുന്നതിന് സമാനമാണ്. മറ്റുള്ളവർ നമ്മളെ നോക്കി പരിഹസിച്ചു പോകുന്ന ഒരവസ്ഥയുണ്ടാകും. ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ നമ്മൾ തലകുനിച്ച് നിൽക്കേണ്ട ഒരവസ്ഥ ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ ഇല്ലാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. Stop.